നമസ്കാരം. കൈരളി ന്യൂസ് വാർത്താവേളയിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക്. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകി കേന്ദ്രം. നഗരപരിധിക്ക് പുറത്തുള്ള ചെറിയ കടകൾ തുറക്കാൻ അനുമതി. ഇളവുകൾ ഹോട്ട്സ്പോട്ടുകൾക്ക് ബാധകമല്ല. ഓഫീസുകളിൽ 50% ജീവനക്കാർ മാത്രം മതിയെന്ന നിർദ്ദേശം. മാസ്ക് ധരിക്കണമെന്നും സാമൂഹ്യ അകലം പാലിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം. മെയ് അവസാനത്തോടെ അഹമ്മദാബാദിൽ 8 ലക്ഷത്തോളം കോവിഡ് ബാധിതർ ഉണ്ടായേക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. സൂറത്തിൽ മാത്രം 1 ലക്ഷത്തോളം പേർക്ക് രോഗം പടരാൻ സാധ്യത. രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം 24,000 കവിഞ്ഞു. മരണം 780 ആയി. കോവിഡ്-19 അന്താരാഷ്ട്ര പാനൽ ചർച്ച വൈകിട്ട് 7 മണിക്ക്. മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കാനഡ, US, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധർ. കോവിഡ് വ്യാപനം തടയാൻ വിവിധ രാജ്യങ്ങളിലെ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്ന നടപടികളും പ്രതിരോധ പ്രവർത്തനങ്ങളും ചർച്ചാ വിഷയം. നോർക്ക റൂട്ട്സ് വഴി പ്രവാസികൾക്ക് ജീവൻ സുരക്ഷാ മരുന്നെത്തിക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കം. മത്സ്യമേഖലയിലേക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. ലോകത്ത് കോവിഡ് മരണം 2 ലക്ഷത്തിലേക്ക്. കോവിഡ് ബാധിതരുടെ എണ്ണം 28 ലക്ഷം കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലോകത്ത് മരിച്ചത് 6064 പേർ. അമേരിക്കയിൽ മരണം 1 ലക്ഷം കവിഞ്ഞു. ഇനി വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് നൽകി കേന്ദ്രം. നഗരപരിധിക്ക് പുറത്തുള്ള ചെറിയ കടകൾ തുറക്കാൻ അനുമതി നൽകി. ഇളവുകൾ ഹോട്ട്സ്പോട്ടുകൾക്ക് ബാധകമല്ല. 50% ജീവനക്കാർ മാത്രം മതിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. പുതിയ നിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം രാജ്യത്തെ ആശങ്കയിലേക്ക് തള്ളിവിടുന്ന റിപ്പോർട്ടുകളാണ് അഹമ്മദാബാദിൽ നിന്നും വരുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ മെയ് അവസാനത്തോടെ അഹമ്മദാബാദിൽ 8 ലക്ഷത്തോളം കോവിഡ് ബാധിതർ ഉണ്ടായേക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ജോയ്സ് തത്സമയം ചേരുന്നുണ്ട്. ജോയ്സ്, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, രാജ്യത്ത് പ്രത്യേകിച്ച് അഹമ്മദാബാദിനെ സംബന്ധിച്ച് രോഗം പടരുന്ന സാഹചര്യത്തെ സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്രം ലോക്ക്ഡൌണിൽ ചില ഇളവുകൾ കൂടി നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ജോയ്സ്? നിർബൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുജറാത്തിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവതാളത്തിലായി എന്ന് തന്നെ ഇതിൽ നമ്മൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിൽ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ പിന്നീട് ഈ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മലയാളി ആരോഗ്യ പ്രവർത്തകർക്കടക്കം രോഗം സ്ഥിരീകരിക്കുന്ന ഒരവസ്ഥ നിലവിൽ ഗുജറാത്തിലുണ്ട്. കണക്കുകൾ വെച്ച് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം മെയ് അവസാനത്തോടെ 10 ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നമുക്ക് അഹമ്മദാബാദിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏപ്രിൽ 17 രോഗം ബാധിച്ചവരുടെ എണ്ണം 6000 ആയിരുന്നു. 3 ദിവസത്തിന് ശേഷം ഏപ്രിൽ 20 ഇത് 1200 എത്തി. അതായത് 3 ദിവസം കൊണ്ട് ഇരട്ടിയിലേക്ക് ഈ രോഗം ബാധിച്ചവരുടെ എണ്ണം എത്തുന്നു. 3 ദിവസം മാത്രമാണ് ഇതിന് എടുക്കുന്നത് എന്ന് കൂടിയുണ്ട്. കേരളത്തിൽ 72 ദിവസം വരെ രോഗം ബാധിതരുടെ ഇരട്ടിയാകാൻ വേണ്ടി എടുക്കുമ്പോൾ ഗുജറാത്തിൽ അത് 3 ദിവസം കൊണ്ട് ഈ രോഗം ഇരട്ടിയാകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് തന്നെയാണ് പ്രധാനമായ പ്രശ്നവും. സമാനമായ ഒരു അന്തരീക്ഷമാണ് സൂററ്റിലും തുടരുന്നത്. ഇവിടെ മെയ് അവസാനമാകുമ്പോൾ 1.5 ലക്ഷത്തിലേറെ ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾ വ്യക്തമാക്കുന്നത് ജനങ്ങൾ ഇത്തരത്തിലുള്ള വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന ഒരവസ്ഥയുണ്ട്. സാമൂഹ്യ അകലം പാലിക്കാത്തത് കൊണ്ടാണ് ഈ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. എന്നാൽ ഗുജറാത്തിൽ ഒരു ദിവസം 3000-ൽ താഴെ ടെസ്റ്റുകൾ മാത്രമാണ് നടക്കുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അതായത് ഒരു ദിവസം ആളുകൾക്ക് ഒരു ദിവസം 10,000-ന് മുകളിലെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിൽ 3000 ടെസ്റ്റുകൾ മാത്രമാണ് ഗുജറാത്തിലും എടുത്തു പറയേണ്ടത് മഹാരാഷ്ട്രയിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ കണക്കുകളോട് നമ്മൾ പരിശോധിച്ചാൽ മഹാരാഷ്ട്രയിൽ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം 7 ദിവസത്തിന് ശേഷം ആള് മരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ രോഗലക്ഷണങ്ങൾ ഈ രോഗത്തിന് പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ കാണിക്കാതിരിക്കുന്ന പുതിയ രീതിയോടെ വന്ന സാഹചര്യത്തിൽ ആർക്കൊക്കെ രോഗമുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിൽ എത്താൻ കഴിയില്ല. മാത്രവുമല്ല ടെസ്റ്റിങ്ങുകളുടെ എണ്ണക്കുറവും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആളുകൾ ആശുപത്രിയിലേക്ക് പോകാൻ മടിക്കുന്നതും വലിയ പ്രതിസന്ധിയാണ് നിലവിൽ സൃഷ്ടിക്കുന്നത്. ടെസ്റ്റിങ്ങുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു കൊറോണ വൈറസിനെ പൂർണ്ണമായും എതിർക്കാൻ കഴിയുള്ളൂ എന്ന് ആരോഗ്യ രംഗത്തെ വിദഗ്ധർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ ടെസ്റ്റിങ്ങുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾ കേന്ദ്രം അവതരിപ്പിച്ചിരുന്നു, പക്ഷേ അത് പൂർണ്ണ പരാജയമായി മാറുകയായിരുന്നു. എത്തിച്ച കിറ്റുകളെല്ലാം തന്നെ ഇത്തരത്തിൽ യഥാർത്ഥ ഫലത്തിൽ കൃത്യതയില്ല എന്ന് മനസ്സിലാക്കി
ആയതുകൊണ്ട് ആ റാപ്പിഡ് ടെസ്റ്റിംഗ് കിറ്റുകൾ സംവിധാനം നിർത്തിവെക്കാൻ ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ടെസ്റ്റുകളും ഇപ്പോൾ നടക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് റാപ്പിഡ് ടെസ്റ്റിംഗ് കിറ്റുകൾ തന്നെ ആവശ്യമായി എത്തിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു ദിവസം 1,00,000-ലേറെ ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ ഈ രോഗം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 7 ദിവസത്തിനകം ടെസ്റ്റിംഗ് നടത്തി 7 ദിവസത്തിനകം ആളുകൾ മരിക്കുന്ന ഒരു സ്ഥിതി 2 ദിവസങ്ങളായി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതും കടുത്ത ആശങ്കയാണ് നിലവിലുണ്ടാക്കിയിരിക്കുന്നത്. നിർബൻ. ജോയ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോയ്സ്, ഈ പ്രധാനപ്പെട്ട ചില ഇളവുകൾ കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് നഗരപരിധിക്ക് പുറത്തുള്ള കടകൾ തുറക്കാനാണ് ഇളവ് നൽകിയിരിക്കുന്നത്. ഇതിൽ 50% ജീവനക്കാർ മാത്രമേ സാമൂഹ്യ അകലം പാലിച്ചും മാസ്കുകൾ ധരിച്ചും വ്യക്തമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഇത് തുറന്ന് പ്രവർത്തിക്കാമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജോയ്സ്? സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോട്ട്സ്പോട്ടുകൾ അല്ലാത്ത സ്ഥലങ്ങളിൽ കൂടുതൽ കടകൾ തുറക്കാനാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലെ സിംഗിൾ ബ്രാൻഡ്, മൾട്ടി ബ്രാൻഡ് മാളുകൾ തുറക്കാൻ അനുമതി നൽകിയിട്ടില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട കടകൾക്ക് തുറക്കാമെന്നാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മുനിസിപ്പാലിറ്റികൾ നിർദ്ദേശിക്കുന്ന സമയക്രമം കർശനമായി പാലിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. 50% ജീവനക്കാരെ ഇത്തരത്തിലുള്ള കടകളിൽ അനുവദിക്കാൻ പാടുള്ളൂ. ഇവർ സാമൂഹ്യ അകലം പാലിച്ചിരിക്കണം. ഇവർക്ക് മാസ്ക് അടക്കമുള്ള സൗകര്യങ്ങൾ വേണം എന്ന കാര്യം കൂടി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം കൂടി പരിഗണിക്കുകയാണെങ്കിൽ രാജ്യത്ത് വലിയ രീതിയിൽ രോഗം ബാധിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ ക്രമീകരണങ്ങൾക്കപ്പുറം സാമ്പത്തിക മേഖലയിൽ കൂടി പിടിച്ചു നിർത്തേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ കേന്ദ്രത്തിനുണ്ട്. അത് യാതൊരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് കേന്ദ്രം ഇത്തരത്തിലൊരു നിർദ്ദേശം നിലവിൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് പ്രവർത്തിക്കുന്ന ഒറ്റപ്പെട്ട കടകൾ ഉൾപ്പെടെയുള്ളവ പ്രവർത്തിക്കാം. പക്ഷേ സാമൂഹ്യ അകലം പാലിച്ചിരിക്കണം. ആളുകൾ വരുന്നതും അവർക്കുള്ള ക്രമീകരണങ്ങൾ അടക്കം കൊറോണയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമായിരിക്കണം പ്രവർത്തനം എന്ന കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ലോക്ക്ഡൌണിൽ ഘട്ടം ഘട്ടമായി ഇളവുകൾ നൽകുമെന്ന് കേന്ദ്രം നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ സ്ഥാപനങ്ങൾക്ക് ഇളവ് നൽകുന്നതിൽ വലിയ രീതിയിൽ താമസം വന്നിരുന്നു. അത് ഇപ്പോൾ നികത്താനുള്ള ശ്രമമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ചെറിയ കടകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും നഗരപ്രദേശങ്ങൾ ക്രമീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ അത് പൂർണ്ണമായും നിർത്തിവെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹോട്ട്സ്പോട്ടുകളിലും അത്തരത്തിലുള്ള കടകളുടെ പ്രവർത്തനം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ഈ ഒരു നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോയ്സ്, ഇത് ഈ അഹമ്മദാബാദിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ അന്തരീക്ഷത്തിനൊപ്പം രാജ്യത്തിന്റെ പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ രാജ്യത്ത് 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 57ആയി ഉയർന്നിരിക്കുന്നു എന്നതാണ് പുതിയ കണക്കുകൾ. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 775 മഹാരാഷ്ട്രയിൽ കോവിഡ് മരണം 300 കവിഞ്ഞു എന്നതാണ് പുതിയ കണക്കുകൾ. രാജ്യത്തെ ആകമാന കണക്കുകൾ പരിശോധിക്കുമ്പോൾ ലോക്ക്ഡൌണിൻ്റെ നിയന്ത്രണങ്ങൾ തുടരുമ്പോഴും ആവശ്യത്തിന് പരിശോധനകൾ വിവിധ സംസ്ഥാനങ്ങളിൽ തുടരാനാകുന്നില്ല, നിയന്ത്രണ വിധേയമാക്കാനും ആകുന്നില്ല. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജോയ്സ്? ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ രാജ്യത്തുടനീളം 18,668 പേരാണ് ചികിത്സയിൽ തുടരുന്നത്. 5,062 പേർക്ക് നിലവിൽ രോഗം ഭേദമായിട്ടുണ്ട്. 775 പേരാണ് ഇതുവരെ രാജ്യത്ത് രോഗം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട കണക്കുകൾ നിർബൻ സൂചിപ്പിച്ച പോലെ തന്നെ മഹാരാഷ്ട്രയിലാണ് 301 പേരാണ് ഇതുവരെ മഹാരാഷ്ട്രയിൽ രോഗം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ധനമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഒരു അധ്യാപക സംഘടന ഓർഡർ കത്തിച്ചുകൊണ്ട് ആഘോഷിക്കുന്നുണ്ട്. വളരെ ദൗർഭാഗ്യകരമാണ്. ഈ അധ്യാപകർ ഒരു മാസമായിട്ട് വീട്ടിലിരിക്കുകയല്ലേ. അങ്ങനെ വീട്ടിലിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് കേരളത്തിലെ 80% ആളുകൾക്ക് ഒരു ദിവസത്തെ കൂലി പോലും കിട്ടിയിട്ടില്ല. അവരെ താൽക്കാലികമായിട്ട് അവർക്ക് സഹായം കൊടുക്കാൻ വേണ്ടി സർക്കാർ നിങ്ങളുടെ വേതന ഒന്ന് മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ എന്തൊരു സാമൂഹ്യബോധമാണ് ഈ അധ്യാപക സംഘടന കേരളത്തിലെ യുവതലമുറക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ കാഴ്ചപ്പാടുകൾ കേരളത്തിലെ ഒരു അധ്യാപക സംഘടന എടുക്കാന്ന് പറയുന്നത് ഒരു വളരെ വിചിത്രമായിട്ടുള്ളൊരു മാനസിക നിലയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം, ഈ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തുകൊണ്ട് നേരിട്ടിടുന്നില്ല? ഇടാൻ പറ്റത്തില്ല. ജീവനക്കാർ സംഭാവന ചെയ്യുന്നില്ലല്ലോ, സർക്കാരുടെ ശമ്പളം മാറ്റിവെച്ചിരിക്കുകയല്ലേ.
അപ്പോൾ എങ്ങനെയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ സംഭാവന ചെയ്യണത്? എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, എത്ര കാലത്തേക്കാവട്ടെ ഇത്തരത്തിൽ മാറ്റിവെക്കപ്പെടുന്ന ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ഈ സമൂഹത്തിലെ ഏറ്റവും നിസ്വരായിട്ടുള്ള പാവങ്ങളുടെ സഹായിക്കാൻ വേണ്ടിയായിരിക്കും സർക്കാർ വിനിയോഗിക്കുക. സർക്കാർ സംഭാവന കൊടുക്കും ദുരിതാശ്വാസ നിധിയിലേക്ക്. കാരണം കേരളത്തിലെ ജീവനക്കാർ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ചില പ്രതിപക്ഷ ജീവനക്കാരുടെ സംഘടനകൾ വളരെ പ്രതിഷേധമായിട്ട് ഇതിറങ്ങി പുറപ്പെട്ടു. പ്രതിപക്ഷം ആദ്യം ഒന്ന് അനുകൂലിച്ചെങ്കിലും പിന്നീട് എങ്ങനെ അതിനെ തകർക്കാമെന്ന് വെച്ച് നോക്കിയതാ. അതാണല്ലോ അവസാനം നമ്മൾ സാലറി ചലഞ്ച് വേണ്ടെന്ന് വെക്കേണ്ടി വന്നത്, ഇതുപോലൊരു നടപടിയിലേക്ക് പോയത്. അപ്പോൾ അതുകൊണ്ട് ജീവനക്കാർക്ക് നേരിട്ട് സംഭാവന ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ സർക്കാർ അതിലേക്ക് സംഭാവന ചെയ്തോളാം. മൂന്നാമത്തത് 20,000 രൂപ താഴെയുള്ള ആളുകൾക്ക് പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട്, അവർക്ക് സംഭാവന ചെയ്യണമെന്നുണ്ട്, എന്ത് വേണം? അപ്പം അതിന് നമുക്കൊരു ഏർപ്പാട് അടുത്ത മാസം ഉണ്ടാക്കാം. 20,000 രൂപ താഴെയുള്ളവർ താൽക്കാലിക ജീവനക്കാർ അവർ സംഭാവനയായിട്ട് തരുന്നതിന് വളരെ പ്രയാസത്തിലാണെങ്കിലും അവർ പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാം അഭ്യർത്ഥിക്കുന്നുണ്ട്. അതെന്ത് വേണമെന്നുള്ളത് സർക്കാർ പിന്നീട് പരിശോധിക്കും. ഇങ്ങനെ ശമ്പളം മാറ്റിവെക്കുന്നതിന് സംബന്ധിച്ച് പല നിർദ്ദേശങ്ങൾ ചില വിഭാഗം ജീവനക്കാർക്ക് ഒരുപാട് കടബാധ്യതയൊക്കെ ഉള്ളവർക്ക് ഒരു പ്രയാസം നേരിടുന്നു അതൊക്കെ പറഞ്ഞ് ഒരുപാട് അപേക്ഷകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ മെയ് മാസ ശമ്പളത്തിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനെ കാണാൻ എൻ്റെ സോഫ്റ്റ്വെയറൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ കിട്ടിയിട്ടുള്ള നിവേദനങ്ങളെല്ലാം സർക്കാർ ഒരുമിച്ച് വായിച്ച് പരിശോധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം പിന്നീട് എടുക്കും. പുനഃപരിശോധനയല്ല, വേണ്ടാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിക്കണ്ട. ഒരു പുനഃപരിശോധനയില്ല. 20,000-ൽ താഴെ ശമ്പളം വാങ്ങുന്നവർക്ക് സാലറി ഈ മാറ്റുവെക്കൽ ബാധകമല്ല. അപ്പോൾ അവർക്ക് പലരും ഞങ്ങൾക്ക് സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിലേൽപ്പിക്കാൻ നടക്കണ്ട. അപ്പം അതിനും ഒരു ഏർപ്പാടുണ്ടാക്കാം എന്നാ പറഞ്ഞത്. പിന്നെ ചിലരൊക്കെ പല നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്. ഞാനൊരു നിർദ്ദേശവും ഇനി നോക്കത്തില്ലെന്നല്ല പറയുന്നത്. ഇപ്പം പറ്റൂല ഒന്നും, വായിച്ചു നോക്കാം. വായിച്ചു നോക്കി വന്ന നിർദ്ദേശങ്ങളെല്ലാം കൂടി സ്വീകാര്യമായിട്ട് സർക്കാരിന് നഷ്ടമില്ലാത്ത എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അതാണ്, അല്ല ഒരു പുനഃപരിശോധനയില്ല. ഇല്ല, അതിപ്പോൾ അങ്ങനെ എത്ര പിടിക്കണമെന്നുള്ളതൊന്നും സർക്കാർ തീരുമാനം എടുത്തു കഴിഞ്ഞ് അതനുസരിച്ച് പിടിക്കണില്ലല്ലോ എന്ന്. ഒരാൾ മുണ്ടിയിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ DA വേണ്ടെന്ന് വെച്ചിട്ട്? അതൊന്നും കേരള സർക്കാർ ചെയ്തിട്ടില്ലല്ലോ, മാറ്റിവെക്കല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേണ്ടി വരും. ഈ കോവിഡ് വ്യാപനം എങ്ങനെയാണ് പോകുന്നത്? മെയ് മാസവും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. മറ്റ് പ്രവാസികളും മറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവുന്ന സ്ഥിതിവിശേഷം കൂടി പരിഗണിച്ചിട്ട് എന്തായിരിക്കും കേരളം ഈ വർഷം അഭിമുഖീകരിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ആരോഗ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസിന്റെയും അവരുടെ ശമ്പളം കട്ട് ചെയ്യണമെന്നുള്ള ആവശ്യമാണ്. വീണ്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് തെറ്റാണ്. ആരുടെ ശമ്പളം കട്ട് ചെയ്യുന്നില്ല, തൽക്കാലം മാറ്റി വെച്ചിരിക്കുന്നത്. അതെല്ലാവർക്കും ഉള്ളതല്ലേ. അവർ ഏറ്റവും സ്തുർഹമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ സർക്കാർ മാനിക്കും. അതിൻ്റെ ഭാഗമായിട്ട് അവർ ജോലി ചെയ്യുന്നതിന് എന്തെല്ലാം കൂടുതൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. കൂടുതൽ ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് കേന്ദ്രം പറഞ്ഞു നമ്മുടെ കൂടി ഉണ്ടാവും. ഇങ്ങനെ നിൽക്കുന്നവർക്ക് സഹായങ്ങളുണ്ടാവും. പിന്നെ ആവശ്യമായ പ്രൊട്ടക്ഷൻ, ഈ രീതിയിൽ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാ അതിർത്തി വരുമ്പോൾ വരക്ക
എന്ന് പറയാൻ പറ്റത്തില്ല. ആരോഗ്യ പ്രവർത്തനം പോലീസ് വരും, പോലീസ് ഉണ്ടെങ്കിൽ തദ്ദേശ ഭരണ വകുപ്പ് വരും, തദ്ദേശ ഭരണ വകുപ്പാണ് സിവിൽ ഡിസിപ്ലൈൻസ്. എന്താ മോശം? അവരവരുടെ തലങ്ങളിലല്ലേ. റവന്യൂ ഉണ്ട്. അങ്ങനെ പോകേണ്ട കാര്യമില്ല. ആരുടെയും ശമ്പളം സർക്കാർ വെട്ടി എടുത്തിട്ടൊന്നുമില്ല. ഇപ്പം മെയ് മാസം ഇങ്ങനെ പോവുള്ളൂ, ഒരു മാറ്റമില്ല. ഇങ്ങനെയൊക്കെ പല നിവേദനങ്ങളും പല വ്യക്തികളും സംഘടനകളും തന്നിട്ടുണ്ട്. അതെല്ലാം മെയ് മാസത്തിൽ ഞങ്ങൾ പരിശോധിക്കും. കുറച്ചധികം ഉണ്ട്. അപ്പം സമാനമായിട്ടുള്ളതെല്ലാം വെച്ച് നോക്കി എങ്ങനെയാണ് പരിഗണിക്കാൻ പറ്റുന്നതൊക്കെ പരിഗണിക്കും. പക്ഷെ ഒരു പുനഃപരിശോധനയും ഈ നിലപാടിൽ നിന്നുണ്ടാവില്ല. ഒരു വർഷത്തെ അല്ല, അരമാസത്തെ മാറ്റിവെച്ച് ഇത് പറഞ്ഞത് സർക്കാർ തീരുമാനമായിട്ട് തന്നെ. കാരണം ഈ അപേക്ഷ തരുന്നവരൊന്നും ഇതിനോട് സ്പെല്ല് പോലും സഹകരിക്കാൻ തയ്യാറാത്തവരാ. അപ്പോൾ അതുകൊണ്ട് വലിയ ഉപദേശമൊന്നും അവരൊന്നും സ്വീകരിക്കാൻ ഉദ്ദേശമില്ല. നിലവിൽ ശമ്പളം കൊടുക്കാനുള്ള സംസ്ഥാന സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയാണ്? ഇപ്പം നമുക്ക് സർക്കാരിൻ്റെ, എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം ഒരു 250 കോടി രൂപ വരും ഏപ്രിൽ മാസത്തിൽ. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം. 250 കോടി രൂപ കേന്ദ്രം തന്നുകൂടി വെക്കുമ്പോൾ അത് എല്ലാം കൂടി 2000 കോടി രൂപ. പക്ഷെ കേന്ദ്രം നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ തുപ്പ് വരുന്നുണ്ട് 2000 കോടി രൂപയാണ്. 2500 കോടി വേണം ശമ്പളം കൊടുക്കാൻ ഒരു മാസത്തെ. പെൻഷൻ വേറെ. ശമ്പളത്തിന് പോലും തികയില്ല. ഇത് സാധാരണ സ്ഥിതിവിശേഷമല്ല. ഇവിടെ കേരള സർക്കാരിനെ വിമർശിക്കുന്നവർ ഈ അധ്യാപക സംഘടനയ്ക്ക് ഈ പണം തരാത്ത കേന്ദ്രത്തിനെതിരായിട്ട് വിമർശനം ഉന്നയിക്കും. അതിനെതിരെ പ്രതിഷേധം നടത്തുക, അല്ല സംസ്ഥാന സർക്കാരിനെതിരായിട്ടല്ല. ആരുടെ 20,000 രൂപ കൂടുതലാണെങ്കിൽ ഈ അധ്യാപക സംഘടനയുടെ പ്രവൃത്തി തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി പോയില്ല. ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത എത്രമാത്രം അധപ്പതിക്കാം ഈ വിഭാഗങ്ങൾ എന്നുള്ളതിന്റെ സാക്ഷ്യപത്രമാണത്. ഒരു സഹാനുഭൂതി മനസ്സിലില്ലാത്ത പ്രവർത്തനം. ഏയ് അതൊന്നുമില്ല. നാട്ടിലെ ആൾക്കാർ അവരെ വിലയിരുത്തുന്നത് അത് തന്നെ ശിക്ഷ. അതെ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ പിന്നീട് പരിശോധിക്കും. ഇപ്പോഴൊന്നുമില്ല. ഇപ്പം സർക്കാർ പറഞ്ഞ് തീരുമാനമെടുത്തിട്ടുണ്ട്. അത് മെയ് മാസം മൂലം അങ്ങ് നടപ്പാവും. അതിനുശേഷം, കാരണം ഇതൊക്കെ ഓട്ടോമാറ്റിക്കാണ്, എല്ലാം ഓൺലൈനായിട്ടാണ്. നിങ്ങൾ എന്ത് മാറ്റം വരുത്തണമെങ്കിലും അതിന് വിശദമായിട്ടുള്ള സോഫ്റ്റ്വെയർ എഴുതണം. ഇപ്പോൾ ഞങ്ങൾ സോഫ്റ്റ്വെയറൊക്കെ തയ്യാറാക്കി. ഒരു കാരണവശാലും മാറ്റാൻ ഒരു കാര്യത്തിനും പറ്റത്തില്ല. ഈ ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ പോവും. അത് കഴിഞ്ഞിട്ട് ഒരുപാട് നിവേദനങ്ങൾ വരുന്നുണ്ട്. ഇന്നൊരു കെട്ട് ഞാൻ വായിച്ചു തീർത്തിട്ടുള്ളൂ. കടം വാങ്ങും. കടം വാങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെയ്സ് ആൻഡ് മീൻസ് നമുക്ക് 2500 രൂപയോളം ആകാം, ഓവർ ഡ്രാഫ്റ്റ് അടക്കം. ഈ ശമ്പള ദിവസം സർക്കാർ ഓവർ ഡ്രാഫ്റ്റത്തിൻ്റെ അങ്ങേയറ്റത്തെത്തും. എന്നുവെച്ചാൽ അത് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ട്രഷറി റിസർവ് ബാങ്ക് പൂട്ടും. ആ അറ്റം വരെ പോകും. അങ്ങനെ ശമ്പളം കൊടുക്കണേ. ആ റിസ്ക് എടുത്തിട്ടാണ്. ഇത്രയും ഈ നമ്മുടെ വരുമാനം വളരെ കുറഞ്ഞ സാഹചര്യത്തിലും ചെലവ് കൂടുന്ന സാഹചര്യം KSRTC സർക്കാരിൻ്റെ ഒരു ഇതുകൊണ്ടാണ് സാധാരണ കഴിഞ്ഞത്. അവർക്കുള്ള സഹായം KSRTC നടക്കണമെന്ന് അപ്പോൾ KSRTC കൊടുക്കേണ്ട സഹായം കൊടുക്കും. ആവശ്യമായ സഹായം കൊടുക്കും. ആരുടെ? അവർക്ക് ശമ്പളം കിട്ടുമല്ലോ. ശമ്പളം കിട്ടാതെ ആർക്കും പോണില്ല. അപ്പോൾ നേരത്തെ കൊടുത്ത സഹായം പോരാ. നേരത്തെ സർക്കാർ ഓരോ മാസവും പെൻഷനും ഇതുമടക്കം ഏതാണ്ട് ഒരു 175 കോടി രൂപയാണ്, 150 കോടി രൂപയാണ് KSRTCക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ചിലപ്പോൾ ഇപ്പോൾ 200 ആക്കേണ്ടി വരും, ചിലപ്പോൾ 225 ആക്കേണ്ടി വരും. ശമ്പളവും പെൻഷനൊന്നും മുടങ്ങില്ല.
ഡാറ്റാബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് മസ്റ്ററിങ് ഒരു 1,00,000-ലേറെ പേരെങ്കിലും മരിച്ചവരാ മേടിച്ചുകൊണ്ടിരുന്നത്. ഒരു 50,000 പേരെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്താൽ മേടിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒരു 1.5-2 ലക്ഷം പേര് ഇല്ല ആ പഞ്ചായത്തിൽ. അപ്പുറത്തെ പഞ്ചായത്തിലുള്ള ആളുകളാ ഇവിടെയും കൂടി മേടിച്ചുകൊണ്ടിരിക്കുന്നവരാ. അങ്ങനെ ഒരുപാട് പേര്. നമ്മളതിൻ്റെ വീട് വലുതാണോ എന്നൊന്നും നോക്കിയിട്ടില്ല. മരിച്ചവർ, സ്ഥലത്തില്ലാത്തവർ, ഇങ്ങനെയൊക്കെയുള്ള മാനദണ്ഡം വെച്ച് ഏതാണ്ട് 4 ലക്ഷത്തിൽ പരം പേര് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ച് പേര് വളരെ പാവപ്പെട്ടവർ ഈ മസ്റ്ററിങ്ങിനൊന്നും വന്നിട്ടില്ല. 3 തവണ തീയതി നീട്ടി നൽകിയിട്ടും ഇപ്പോഴും വന്നിട്ടില്ലെന്നാണ് പരാതി പറയുന്നത്. ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രശ്നമില്ല. ലോക്ക്ഡൗൺ പിൻവലിക്കുന്ന മെയ് 3 ഇപ്പം എന്താണെന്ന് അറിയാമല്ലോ. പിൻവലിക്കുന്ന അന്ന് മുതൽ, എന്നാണെന്ന് വെച്ചാൽ അന്ന് മുതൽ വീണ്ടും അവർക്ക് വന്ന് മസ്റ്റർ ചെയ്യാം. അതിന് രോഗികളൊന്നും കട്ടിലുമൊന്നും കൊണ്ടുവരണ്ട. നേരത്തെ പറഞ്ഞിരുന്ന അവർ കത്ത് പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്താൽ മതി. പഞ്ചായത്തിൽ നിന്ന് ആൾ വന്ന് വീട്ടിൽ വന്ന് രേഖകളൊക്കെ നോക്കി അവരുടെ ഫോട്ടോയും എല്ലാം എടുക്കും. അപ്പോൾ അത് കുറച്ച് പേരുണ്ടാവും. ബാക്കി പരമാവധി പേർക്ക് കൊടുത്ത് തീർത്തിട്ടുണ്ട്. കുറച്ച് പേരങ്ങനെ ഉണ്ടാവും. അവർക്കത് പരിഹരിക്കാം. അവർ കുടിശ്ശികയടക്കം കൊടുക്കും. വരുന്ന വലിയ ഫോണുകളിലൊന്ന് ഈ കുടുംബശ്രീക്ക് അവർക്ക് പരമാവധി 20,000 രൂപ വരെ കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. പരമാവധി 20,000 രൂപ എന്ന് പറഞ്ഞത് എല്ലാവർക്കും 20,000 രൂപ എന്ന് പലരും തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെയല്ലെന്ന്. അങ്ങനെ എല്ലാവർക്കും 20,000 രൂപ കൊടുക്കണമെങ്കിൽ 7,500 കോടി രൂപ വായ്പ കൊടുക്കണത് എന്തായി പറയണത്? ഇത് നമുക്ക് അത്യാവശ്യം ഉപജീവനത്തിനുള്ളതല്ല, ഭക്ഷണം കഴിക്കാനുള്ള വായ്പയാണ്. കൺസംഷൻ ലോൺസ് ആണ്. ഇതൊരു പരിധി വിട്ടെടുത്താൽ എങ്ങനെ തിരിച്ചടക്കണത്? അപ്പം അത് ചില നിബന്ധനകളോട് കൂടിയൊക്കെയാണ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന 20,000 കോടി എന്നാണ്, 20,000 രൂപ എന്നാണ്. അതുകൊണ്ട് പല സ്ഥലത്തും ഞങ്ങളുടെ 20,000 ഇല്ല. കുടുംബശ്രീ 20 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. ബാങ്കിൽ നിന്ന് ഒരുമിച്ച് വായ്പ എടുക്കുന്നു. എന്നിട്ട് ആർക്ക് വായ്പ കൊടുക്കണമെന്നുള്ളത് യൂണിറ്റ് തീരുമാനിക്കുന്ന രീതിയാണ്. ഒരു സർക്കാരും ഇടപെടണ്ട, പുറത്തുനിന്നവരാരും ഇടപെടണ്ട. അവർക്കറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അവർ ഈ പണവും വീതം വെച്ചോളും. എന്ന് തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. അത് എക്സൈസ് മന്ത്രിയോട് ചോദിക്കാൻ എനിക്ക് അറിയത്തില്ല. ഈ പോലീസിന്റെ ഈ ഫീഡിംഗ് ചാർജായിട്ടും റിസ്ക് അലവൻസ് ആയിട്ട് 125 കോടി രൂപ അനുവദിക്കണമെന്ന് DGP ഒരു കത്ത് നൽകിയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. ഫയൽ വരട്ടെ, നോക്കാം. അതുപോലെ തന്നെ ഈ നാട്ടിൽ കുടുങ്ങിപ്പോയ ലോക്ക്ഡൌൺ കുടുങ്ങിപ്പോയ പ്രവാസികളുടെ കാര്യത്തിൽ ധനസഹായം പ്രഖ്യാപിച്ചു. അതിലും പിന്നീട് കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല ആളുകളുടെ. അല്ല, കേന്ദ്ര സർക്കാരാണെന്ന് തീരുമാനം എടുക്കേണ്ടത്. അത് സംസ്ഥാന സർക്കാരിന് വണ്ടി ഫ്ലെയിം വിട്ടിട്ട് ആൾക്കാരെ എടുത്തുകൊണ്ടുവരാൻ പറ്റൂ? അല്ല, ഇവിടെ കുടുങ്ങിയവർക്ക് 5,000 രൂപ എന്നുള്ള, അതായത് വിസ കാലാവധി കഴിഞ്ഞവർക്ക് അത് കൊടുക്കും. അത് കൊടുക്കും. കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നോർക്ക ചെയ്യുന്നുണ്ട്. അതിനൊന്നും പണത്തിന് തടസ്സമൊന്നുമില്ല. അവർക്ക് ആവശ്യത്തിൽ പണം അവരുടെ കയ്യിലുണ്ട്. അവർക്ക് തന്നെ കൊടുക്കാൻ തീരുമാനിക്കാവുന്നതുള്ളൂ. ഫയൽ വന്നാൽ സർക്കാർക്ക് അംഗീകരിച്ചു കൊടുക്കും. കാരണം കേരളത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ക്ഷേമതികളൊന്നാണ്. അതുകൊണ്ട് ഇനി അവർ പറയണത് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണം, കുറച്ച് പേർ കൂടി കൊടുക്കണം. സർക്കാർ എന്തിനാ ഒബ്ജക്റ്റ് ചെയ്യണേ? അനുവാദം കൊടുക്കും. സാലറി ചലഞ്ചിൽ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ നയസമീപനമല്ല കേരളം സ്വീകരിക്കുന്നത്. കേന്ദ്രം DA പിടിച്ചെടുക്കുകയായിരുന്നു. സംസ്ഥാനം ഈ സാലറി മാറ്റിവെക്കുകയാണ്. ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇക്കാര്യം പുനഃപരിശോധിക്കുന്ന പ്രശ്നം ഇല്ല എന്നും
എന്നാൽ നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്നും ജീവനക്കാരിൽ നിന്ന് സതുദ്ദേശത്തോടെയുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണ് എന്നും ധനമന്ത്രി വ്യക്തമാക്കി. ചില അധ്യാപക സംഘടനകൾ ഇക്കാര്യത്തെ എതിർക്കുന്നത് വിചിത്രമാണ് എന്ന് ധനമന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നമ്മുടെ പ്രതിനിധി ലെസ്ലി ജോണും തത്സമയം ചെയ്യുന്നുണ്ട്. ലെസ്ലി, എന്തൊക്കെയാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്? സാലറി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ മറുപടിയാണ് ധനമന്ത്രി നൽകിയിരിക്കുന്നത്. പല വഴികളും ഇത് തിരികെ നൽകുന്നതിന് വേണ്ടി ഉണ്ട്. സാമ്പത്തിക സ്ഥിതി നോക്കി ഇത് തിരിച്ചു നൽകുമെന്നുള്ള ഉറപ്പാണ് ധനകാര്യമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സാലറി ചലഞ്ച് വേണ്ടെന്ന് വെച്ചത് പ്രതിപക്ഷത്തിന്റെ നിസ്സഹകരണം മൂലമാണ്. ഇത്തരം ഇപ്പോൾ ഇറങ്ങിയ ഉത്തരവ് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അത് പ്രതിഷേധാർഹവുമാണ്. ഏപ്രിൽ മാസത്തെ വരുമാനം 250 കോടി രൂപ മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. ഇത് കേന്ദ്ര വിഹിതം കൂടി ചേർത്താൽ 2000 കോടി രൂപ മാത്രമാണ് ഈ സംസ്ഥാനത്തിന്റെ വരുമാനമായി ഉണ്ടാകുക. മാത്രമല്ല ഈ പണം ശമ്പളം കൊടുക്കാൻ പോലും കഴിയാൻ പറ്റാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് സംസ്ഥാനം എന്നുള്ളത് എടുത്തു പറയുകയും ചെയ്തു. ഇപ്പോൾ സാലറി ചലഞ്ച് ഒഴിവാക്കി സാലറി മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി ധനമന്ത്രി പറയുന്നുണ്ട്. അധ്യാപക സംഘടനയുടെ പ്രതിഷേധം നിർഭാഗ്യമാണ്. ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് ഉൾപ്പെടുത്തിയല്ല പിടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ വിരുദ്ധ കാഴ്ചപ്പാട് അധ്യാപക സംഘടനകൾക്ക് പാടില്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറഞ്ഞു. മാത്രമല്ല ഇത്തരത്തിൽ മാറ്റിവെക്കുന്ന 6 ദിവസത്തെ ശമ്പളം വിനിയോഗിക്കുന്നത് സാധാരണ പാവപ്പെട്ടവർക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. അവരുടെ ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തുക ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നു. എന്തായാലും ഒരു കാര്യം കൃത്യമായി തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 6 ദിവസത്തെ ശമ്പളം 5 മാസത്തേക്ക് പിടിക്കുന്ന ഈ ശമ്പളം അത് സംസ്ഥാന സർക്കാരിന്റെ ധനസ്ഥിതി സാമ്പത്തിക സ്ഥിതി നോക്കിക്കൊണ്ടായിരിക്കും തിരിച്ചു നൽകുന്നത്. ഇത് 100% ഉറപ്പ് നൽകുന്ന ഒരു നടപടി തന്നെ ആയിരിക്കുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. സാധാരണ ഉത്തരവ് ഇറങ്ങിയ ഘട്ടത്തിൽ അതിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ അധ്യാപക സംഘടന അടക്കമുള്ളവർ വലിയ തോതിലുള്ള പ്രചരണം നടത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇതിനൊരു വ്യക്തത വരുത്തിക്കൊണ്ട് ശമ്പളം മാറ്റിവെക്കപ്പെടുന്ന ശമ്പളം തിരികെ നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകും. അത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കി മാത്രമായിരിക്കും ചെയ്യുക എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുന്നത്. വ്യക്തമാണ് ലെസ്ലി ജോൺ. തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി ലെസ്ലി ജോൺ ആണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. കോവിഡ് സാഹചര്യത്തിൽ കോട്ടയം നഗരത്തിലെ പച്ചക്കറി മൊത്ത വിതരണ സ്ഥാപനങ്ങളിൽ നിയന്ത്രണം ശക്തമാക്കി. എന്നാൽ റംസാൻ മാസം പ്രമാണിച്ച് ജില്ലയിലെ ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾക്ക് വൈകിട്ട് 7 വരെ പ്രവർത്തിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടുകൾ ഒഴികെയുള്ള ജില്ലയിലെ സ്ഥലങ്ങളിലെ ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾക്കാണ് പ്രവർത്തന അനുമതി നൽകിയിരിക്കുന്നത്. റംദാൻ വ്രതക്കാലം ആരംഭിച്ചത് പരിഗണിച്ച് കോട്ടയം ജില്ലയിലെ ഭക്ഷ്യവസ്തു നിർമ്മാണ വിൽപ്പന വിതരണ കേന്ദ്രങ്ങൾക്ക് ഏപ്രിൽ 25 മുതൽ വൈകുന്നേരം 7 വരെ പ്രവർത്തിക്കാൻ അനുമതി നൽകിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടുക്കിയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ജില്ലയിൽ 1409 പേർ വീടുകളിലും 10 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലുണ്ട്. ഇന്നലെ ലഭിച്ച 17 പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണ്. പുതിയ സാഹചര്യത്തിൽ ജില്ലയിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റ അക്കത്തിൽ അവസാനിക്കുന്ന വാഹനങ്ങൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലും ഇരട്ട അക്കത്തിൽ അവസാനിക്കുന്ന വാഹനങ്ങൾ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലും നിരത്തിലിറക്കാം. ഞായറാഴ്ച അക്കങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണം ഉണ്ടാകില്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. അവശ്യ വിഭാഗങ്ങളായി നിശ്ചയിച്ചിട്ടുള്ളവർക്ക് നിയന്ത്രണം ബാധകമല്ല. ഹോട്ട്സ്പോട്ടുകളിൽ കർശന പരിശോധന തുടരാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ പുതിയ കോവിഡ് കേസുകളില്ല എങ്കിലും പുതുതായി കൂടുതൽ പേരെ നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 2 പേരാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിൽ തുടരുന്നത്. ജില്ലയിൽ വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് മുമ്പായി പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. 3 ആഴ്ചയോളമായി എറണാകുളം ജില്ലയിൽ പുതിയ കോവിഡ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പുതുതായി ജില്ലയിൽ 155 പേരെയാണ് നിരീക്ഷണത്തിലാക്കിയത്. ഇതോടെ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളവരുടെ ആകെ എണ്ണം 294 ഇതിൽ 272 പേരാണ് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 22 പേർ വിവിധ ആശുപത്രികളിലെ ഐസൊലേഷനിലും. ജില്ലയിൽ നിന്നും പുതുതായി 60 സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയച്ചു. ഇതോടെ ജില്ലയിൽ ഇനി 79 സാമ്പിൾ പരിശോധന ഫലങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. നിലവിൽ കൊച്ചി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് മുമ്പ് ജില്ലാതലത്തിൽ പ്രത്യേക കർമ്മ പദ്ധതി രൂപീകരിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. വിദേശത്തു നിന്നും നാട്ടിലേക്ക് മടങ്ങുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടി ആരംഭിച്ച സാഹചര്യത്തിൽ
ഇവരെ നിരീക്ഷണത്തിലേക്ക് മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് ആലോചിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പ്രാഥമിക പരിശോധന നടത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ പരിഗണനയിലുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി. കൊല്ലത്ത് നിന്ന് ചരക്ക് ലോറികൾ തമിഴ്നാട്ടിലേക്ക് ആളുകളെ കടത്താൻ ലോബി സജീവമായി പ്രവർത്തിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചരക്ക് ലോറികളിലാണ് കടത്ത് നടക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ കൊല്ലത്ത് നിന്ന് തെങ്കാശി വഴി തിരുനെൽവേലിയിലേക്ക് പോയത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 11 പേരാണ്. 500 മുതൽ 1500 രൂപ വരെയാണ് കടത്തുകൂലിയെന്നാണ് ലഭിക്കുന്ന വിവരം. കൊല്ലം കോർപ്പറേഷൻ പരിധിയിലെ കുറുവൻ പാലത്തിന് സമീപത്തു നിന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ തിരുനെൽവേലി ശങ്കരൻകോവിൽ തേവർകുളത്തേക്ക് കടന്നത്. 7 സ്ത്രീകളും ഇരട്ട കുട്ടികളും 2 പുരുഷന്മാരും സംഘത്തിൽ ഉൾപ്പെടും. ആളൊന്നിന് 500 മുതൽ 1500 രൂപ വരെ ഈടാക്കിയാണ് കടത്തുന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റിൽ കാലിലോറിയിൽ ഇവരെ കിടത്തി ടാർപ്പാളിൻ കൊണ്ട് മൂടിയായിരുന്നു കടത്ത്. തമിഴ്നാട്ടിൽ പോലീസ് തടഞ്ഞപ്പോൾ 2000 രൂപ കൈമടക്ക് കൊടുത്തപ്പോൾ കടത്തിവിട്ടുവെന്ന് ഇവർ താമസിച്ചിരുന്ന വീടിന്റെ ഉടമ മലയാളിയായ സാബിയത്ത് വെളിപ്പെടുത്തി. ആദ്യത്തെ ദിവസം ആര്യങ്കാവ് വരെ പോയവർ 9 പേര് പോയി. പെട്ടിയാട്ടമില്ലായിരുന്നു പോയത്. അവിടെ ചെന്നപ്പോൾ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ച് അവരിങ്ങ് വന്നിട്ട് പിന്നെ പിറ്റേ ദിവസം ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത ദിവസമാണ് ഇത്ര പേര് 11 പേര് പോയിട്ടുണ്ട്. ചെന്ന് സേഫായിട്ട് അവിടെ എത്തിയെന്നും പറഞ്ഞ് നമ്മുടെ ഇവിടെ നിന്ന് വണ്ടി വിട്ടങ്ങ് പോയി. എവിടെയും പരിശോധനയൊന്നുമില്ലായിരുന്നു. അവരുടെ ബോർഡറിൽ ചെന്നപ്പോൾ ഒരു പോലീസുകാരൻ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ 2000 രൂപ ഇവരുടെ കയ്യിൽ നിന്ന് ഈ ഡ്രൈവർ തന്നെ 2000 രൂപ കൊടുത്ത് അവരെ റിലീസ് ചെയ്ത് അവരുടെ സ്ഥലത്തെ അവരോളത്ത് കൊണ്ടുവന്ന് എത്തിച്ചു. അതേസമയം ഇവരുടെ ആദ്യ ശ്രമം വിഫലമായി. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പെട്ടിയാട്ടോയിൽ കഴിഞ്ഞ 13-ാം തീയതി കടക്കാനുള്ള ശ്രമം കേരള പോലീസ് തടഞ്ഞ് തിരിച്ചയച്ചു. പിന്നീട് 15-ാം തീയതിയാണ് ചരക്ക് ലോറി ലോബിയുടെ സഹായത്തോടെ തമിഴ്നാട്ടിലേക്ക് കടന്നത്. കൈരളി ന്യൂസ്, കൊല്ലം. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ബ്രിട്ടനിൽ നിന്ന് കോവിഡ് കടമ്പകൾ കടന്നെത്തിയ യുവാവിന് കോഴിക്കോട് ആസ്റ്റർ മിംസിൽ വിദഗ്ധ ചികിത്സ. ആരോഗ്യവകുപ്പിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും പ്രത്യേക അനുമതിയോടെ തലശ്ശേരി സ്വദേശിയായ പ്രസാദ് ദാസാണ് കോഴിക്കോട്ട് എത്തിയത്. കോവിഡ് കടമ്പകൾ കടന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മലയാളി യുവാവ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെത്തി. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പ്രത്യേക അനുമതിയോടെ തലശ്ശേരി സ്വദേശിയായ പ്രസാദ് ദാസാണ് കോഴിക്കോട്ടെത്തിയത്. ബ്രിട്ടനിലെ നോട്ടിംഗ്ഹാമിൽ നിന്നും പ്രത്യേകം ചാർട്ട് ചെയ്ത വിമാനത്തിൽ രാവിലെ 9 മണിയോടെയാണ് പ്രസാദും കുടുംബവും എത്തിയത്. വിമാനത്താവളത്തിൽ നിന്ന് തന്നെ പ്രാഥമിക കോവിഡ് ടെസ്റ്റുകൾ നടത്തിയ ശേഷം പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിലാണ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. നോട്ടിംഗ്ഹാമിൽ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം കുറച്ചു നാളുകളായി ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് അവിടെ ചികിത്സയിലായിരുന്നു. 1 വർഷം മുമ്പ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ ഗാസ്ട്രോ സർജറി വിഭാഗത്തിൽ നിന്ന് ചികിത്സ പൂർത്തീകരിച്ച് UK-യിലേക്ക് മടങ്ങിയ ഇദ്ദേഹം കുടുംബസമേതം അവിടെ താമസമാണ്. UK-യിൽ കൊറോണ വ്യാപനത്തിന്റെ വ്യാപ്തി അനുദിനം വർദ്ധിച്ചു വരുന്നതും അതേസമയം കേരളത്തിൽ ആശുപത്രിയിൽ ഉൾപ്പെടെ കൊറോണ പ്രതിരോധത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതുമാണ് കേരളത്തിലേക്കെത്തി ചികിത്സ നൽകുവാൻ കുടുംബത്തെ പ്രേരിപ്പിച്ചത്. തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ ഗാസ്ട്രോ വിഭാഗവുമായി ബന്ധപ്പെട്ടു. നിലവിൽ COVID-19നുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ വിദേശങ്ങളിൽ നിന്ന് രോഗിയെ കേരളത്തിലേക്ക് എത്തിക്കുക എളുപ്പമായിരുന്നില്ല. ഇതിനായി കളക്ടറേറ്റുമായും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായും ബന്ധപ്പെടുകയും ആവശ്യമായ നടപടികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് നോട്ടിംഗ്ഹാമിൽ നിന്നും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് രോഗിയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം സംസ്ഥാനത്ത് 10,000 കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരള പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് PT കുഞ്ഞുമുഹമ്മദ് ചാവക്കാടും സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൂസ മാഷ് പാലക്കാടും പ്രതിഷേധത്തിൽ പങ്കാളികളായി. പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ തയ്യാറാണെന്ന് കേരള സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടും വിഷയത്തിൽ കേന്ദ്രം പ്രവാസികളുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ പ്രവാസികളെ നാട്ടിലെത്തിക്കാനും ക്വാറന്റൈനിൽ പാർപ്പിക്കാനും കേരളം എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പ്രവാസികളെ ഇപ്പോൾ നാട്ടിലെത്തിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കേന്ദ്രം പ്രവാസികളുടെ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ടാണ് കേരള പ്രവാസി സംഘം സംസ്ഥാനത്ത് 10,000 കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചാവക്കാട് നടന്ന പ്രതിഷേധം കേരള പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇതൊരു സൂചന മാത്രമാണ്. ഇതുകൊണ്ട് ഇത് നിൽക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ 2ാം ഘട്ടവും 3ാം ഘട്ടവും ചിലപ്പോൾ ഉണ്ടായേക്കാം. നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും കാര്യമായ ഇടപെടൽ ഈ കാര്യത്തിൽ നടത്തിയില്ലെങ്കിൽ ദൂരവ്യാപകമായ ഭവിഷ്യത്ത് അവർ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി KV അബ്ദുൽ ഖാദർ MLA ചാവക്കാടും പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൂസ മാഷ് പാലക്കാടും പ്രതിഷേധത്തിൽ പങ്കാളികളായി. കൈരളി ന്യൂസ്, തൃശൂർ. സ്പ്രിംഗ്ലർ കരാറിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളും ആക്ഷേപങ്ങളും തെറ്റെന്ന് തെളിയിക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ
പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഹർജിയിലെ പ്രധാന ആവശ്യം അംഗീകരിച്ചില്ലെന്നത് മാത്രമല്ല, ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഡേറ്റ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്പ്രിംഗ്ലർ കമ്പനിയുടെ സേവനം പ്രയോജനപ്പെടുത്തരുതെന്നുള്ള പ്രതിപക്ഷ ആവശ്യം തെറ്റാണെന്ന് ഹൈക്കോടതി ഉത്തരവിലൂടെ വ്യക്തമായിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ഹർജിയിലെ പ്രധാന ആവശ്യങ്ങളൊന്നും ഹൈക്കോടതി അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാമെന്നും കോടതി സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം എന്തായിരുന്നു? കരാർ റദ്ദാക്കണം, അതല്ലെങ്കിൽ സ്റ്റേ ചെയ്യെങ്കിലും വേണം. ഇത് രണ്ടും കോടതി സ്വീകരിച്ചില്ല. മാത്രമല്ല, ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് കോടതി സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സർക്കാർ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഡേറ്റ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഡേറ്റ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഡാറ്റ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ നേരത്തെ തന്നെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരാശയക്കുഴപ്പമില്ല. ആ കാര്യം സത്യവാങ്മൂലത്തിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളതുമാണ്. ഡാറ്റ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് സർക്കാർ ഏറ്റവും മുന്തിയ പരിഗണന നൽകുന്ന കാര്യമാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് സ്പ്രിംഗ്ലർ കരാർ മൂലം വിഷമം അനുഭവപ്പെട്ടു എന്ന വാദം മുഖ്യമന്ത്രി തള്ളി. സംസ്ഥാനം ഇപ്പോഴും കടുത്ത ഭീഷണിയിലാണെന്നും രോഗബാധിതർ എവിടെയെന്ന് കണ്ടെത്താനും അവരെ ചികിത്സിക്കാനും ഡേറ്റ വിശകലനം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് ആരോഗ്യ പ്രവർത്തകർക്ക് ചെയ്യാൻ കഴിയുകയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനാണ് സ്പ്രിംഗ്ലർ. അക്കാര്യത്തിൽ സ്പ്രിംഗ്ലർ പോലെ ഒരു കമ്പനി സംസ്ഥാനത്തെ സഹായിക്കുന്നത് നാട്ടിൽ ആർക്കും വിഷമമുള്ള കാര്യമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വരവിൽ കവിഞ്ഞ വസ്തു സമ്പാദിച്ച കേസിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ എഫ്ഐആർ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിൽ ഫയൽ ചെയ്തു. തമിഴ്നാട് വിരുദ്ധനഗർ ജില്ലയിൽ രാജപാളം താലൂക്കിൽ 50.33 ഏക്കർ വസ്തു വാങ്ങിച്ചതിനാണ് കേസ്. ജേക്കബ് തോമസ് എഴുതിയ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകത്തിൽ ഈ വസ്തുവിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും സർക്കാരിന് നൽകുന്ന വസ്തുവിവര പട്ടികയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിന് പ്രാഥമികമായി തെളിവുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഇത് കൂടുതൽ അന്വേഷണത്തിനായി വിജിലൻസ് കൈമാറുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കോടതിയിൽ എഫ്ഐആർ നൽകിയത്. 2001 നവംബർ 15 സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെയാണ് ഭൂമി വാങ്ങിയതെന്നും ആരോപണത്തിൽ പറയുന്നു. ലോക്ക്ഡൌൺ കാലത്ത് ദീർഘദൂര വാഹനങ്ങളിലെ ജീവനക്കാർക്ക് ഭക്ഷണ വിതരണം നടത്തുകയാണ് കൊച്ചിയിലെ ഒരു കൂട്ടം യുവാക്കൾ. ചരക്ക് ലോറികൾ ഉൾപ്പെടെ അവശ്യ സർവീസ് നടത്തുന്ന വാഹനങ്ങളിലെ തൊഴിലാളികൾക്ക് ആശ്വാസമാവുകയാണ് യുവാക്കൾ നൽകുന്ന ഭക്ഷണപ്പൊതികൾ. തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ക്ലബ് അംഗങ്ങളായ 16 പേരാണ് ഈ നിസ്വാർത്ഥ സേവനം നടത്തുന്നത്. കൊച്ചി കുണ്ടന്നൂർ ജംഗ്ഷനിൽ ഇവർക്ക് മുന്നിലൂടെ കടന്നുപോകുന്ന ദീർഘദൂര വാഹനങ്ങളിലെ തൊഴിലാളികൾക്കെല്ലാം കയ്യിൽ കരുതിയ ഭക്ഷണപ്പൊതികൾ നിറഞ്ഞ മനസ്സോടെ ഇവർ നൽകുന്നു. പട്ടിണിയാകുമെന്ന് കരുതിയ നിമിഷങ്ങളെ മാറ്റിമറിച്ച യുവാക്കളോട് വാഹനയാത്രക്കാർ നന്ദി അറിയിച്ചു. ആദ്യമെല്ലാം പകൽ സമയത്തായിരുന്നു ഭക്ഷണ വിതരണമെങ്കിലും രാത്രിയാണ് ഭക്ഷണം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയെന്ന് തിരിച്ചറിഞ്ഞ യുവാക്കൾ വിതരണം രാത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ക്ലബ് അംഗങ്ങളിൽ പലരും കൂലിത്തൊഴിലാളികളാണ്. എങ്കിലും വിശക്കുന്നവർക്ക് മുന്നിലേക്ക് ഭക്ഷണപ്പൊതി നീട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷമാണ് തങ്ങൾക്ക് പ്രചോദനമെന്ന് യുവാക്കൾ പറഞ്ഞു. ഏപ്രിൽ ആദ്യവാരം മുതൽ തുടങ്ങിയ ഞങ്ങളുടെ ഈ സംരംഭം ഇനിയും തുടർന്നുകൊണ്ട് പോകാൻ, ഈ ലോക്ക്ഡൗൺ തീരുന്ന മെയ് 3 വരെ തുടർന്നുകൊണ്ട് പോകാനാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. സാമ്പത്തികമായ ഒരുപാട് ഞെരുക്കങ്ങളുണ്ടെങ്കിലും ഒരു ദിവസത്തിലാണ്ട് 2000-ഓളം രൂപ ചെലവ് വരുന്ന ഈ ഒരു ഉദ്യമത്തിന് എല്ലാ ഭാഗത്തു നിന്നും അകവഴിഞ്ഞ സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുക. ലോക്ക്ഡൗൺ തുടങ്ങിയത് മുതൽ ആരംഭിച്ച ഈ ഉദ്യമം ലോക്ക്ഡൗൺ അവസാനിക്കുന്നതുവരെ തുടരാനാണ് യുവാക്കളുടെ ആഗ്രഹം. കൈരളി ന്യൂസ്, കൊച്ചി. കേരളത്തിൽ ലോക്ക്ഡൗൺ കാലയളവിൽ വീടിനും പരിസരത്തുമുള്ള സസ്യജന്തുജാലങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും പ്രകൃതിയെക്കുറിച്ചും കുട്ടികൾക്ക് വീട്ടിലിരുന്ന് ഗവേഷണം നടത്താൻ അവസരം. കേരള ജൈവവൈവിധ്യം മ്യൂസിയം നടപ്പിലാക്കി വരുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി. ഈ പൊന്മാൻ മുമ്പും ഈ വീട്ടിൽ വന്നിരുന്നു, പക്ഷേ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഹോംസ്റ്റെഡ് ഫോട്ടോ ഇൻവെന്ററി ടാസ്ക് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ചലഞ്ചിൽ പങ്കെടുത്ത കൊല്ലം തേവള്ളി സ്വദേശിനികളായ അബിഗയിലും ആഞ്ജലിനെയും പൊന്മാനെ നിരീക്ഷിച്ചതും അവയുടെ ചിത്രങ്ങൾ പകർത്തിയതും. ബയോഡൈവേഴ്സിറ്റിയിലെ ഫോട്ടോ ഇൻവെന്ററിയിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നും വന്നുകൊണ്ടിരുന്ന ആ പൊന്മാനെ ഞാൻ 2 ദിവസങ്ങളായി ശ്രദ്ധിച്ചു.
അതിനർത്ഥം ഡെയിലി അത് വന്ന് മുങ്ങിക്കുളിച്ചിട്ട് പോകും. അപ്പോൾ ഞാൻ ഇന്നേ വരെ ഒരു മീനെ പോലും ഉപദ്രവിച്ചിട്ടോ കൊത്തിക്കൊണ്ടുപോയിട്ടുമില്ല. ഈ ചൂടുകാലത്ത് അതിന്റെ ദേഹം കൂളാക്കാൻ വേണ്ടിയായിരുന്നു അത് ഇത്രയും നാൾ ചെയ്തത്. വിവിധതരം സസ്യങ്ങളും ജന്തുക്കളും നമ്മുടെ വീടുകളിലും പരിസരത്തും ജീവിക്കുന്നു. വീട്ടിന്റെ ചുമരിലെ ചിലന്തികൾ, പല്ലികൾ, നിശാശലഭങ്ങൾ, ഈയലുകൾ, ഉറുമ്പുകൾ, മരങ്ങൾ, കുറ്റിച്ചെടികൾ, വള്ളിച്ചെടികൾ, പായലുകൾ, മരങ്ങളിൽ കാണുന്ന പനൽ ചെടികൾ, ചിത്രശലഭങ്ങൾ, തുമ്പികൾ, പുൽച്ചാടികൾ തുടങ്ങിയ സസ്യജന്തുജാലങ്ങളുടെ ജീവിതം, അവ പ്രകൃതിക്ക് നൽകുന്ന സംഭാവന ഇവയൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയുമാണ് ജൈവ വൈവിധ്യ ബോർഡിന്റെ ലക്ഷ്യം. Kerala State Biodiversity Board has been created under Biodiversity Act 2002. Among the mandates, it has the duty to create biological management committees, BMCs and People's Biodiversity Register to show the local biodiversity as well as associated knowledge. Kerala is the first state to have created in all the 1034 People's Biodiversity Register. During the COVID-19, we found there is an opportunity to enrich these People's Biodiversity Register by adding the biodiversity within the home and neighborhood. So therefore, please make photo inventories of all the plants and animals within your home and neighborhood. ഹോംസ്റ്റെഡ് ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചുള്ള പഠനം വളരെ കുറവായതിനാൽ ഇവയുടെ വിവരശേഖരണത്തിന്റെ അപൂർവമായ അവസരം പ്രയോജനപ്പെടുത്താനുള്ള അവസരം കൂടിയാണിത്. നമ്മുടെ വീടിനകത്തും വീടിനോട് ചേർന്നുമുള്ള സസ്യജന്തുജാലങ്ങളുടെ ജൈവ വൈവിധ്യത്തെ ആസ്പദമാക്കിയുള്ള ഫോട്ടോകൾ എടുത്ത് വീട്ടിലുള്ള മുതിർന്നവരെ കാണിച്ച് അതുമായി ബന്ധപ്പെട്ട അറിവുകൾ കൂടി കോർത്തിണക്കിയാണ് ഫോട്ടോകൾ ബോർഡിന് അയക്കേണ്ടുന്നത്. KSBB@entries220@gmail.com എന്ന വിലാസത്തിലേക്കാണ് അയക്കേണ്ടുന്നത്. മെയ് 15 മുമ്പ് ചിത്രങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം. കൊല്ലം ടൗൺ ഹാളിലെ കമ്മ്യൂണിറ്റി കിച്ചണിൽ സ്പെഷ്യൽ വിഭവങ്ങളും. കഴിഞ്ഞ ദിവസം ദം ബിരിയാണിയായിരുന്നു സ്പെഷ്യൽ വിഭവം. കൊല്ലത്തെ ചില സുമനസ്സുകളുടെ സഹായത്തോടെയായിരുന്നു 650 പേർക്ക് ചിക്കൻ ബിരിയാണി നൽകിയത്. ബിരിയാണി ചെമ്പ് പൊട്ടിച്ചതും പരിസരമാകെ മണം പരന്നു. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ 650 അലുമിനിയം കണ്ടെയ്നറുകളിൽ ചിക്കൻ ബിരിയാണിയും സലാഡും മാങ്ങ അച്ചാറും പാക്ക് ചെയ്തു. നല്ലവരായ മനുഷ്യരുടെ കാരുണ്യം കൊണ്ടാണ് നിർധനർക്ക് ചിക്കൻ ബിരിയാണി നൽകാൻ സാധിച്ചതെന്ന് കൊല്ലം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. സത്താർ പറഞ്ഞു. അപ്പോൾ ഇത് ഒരു 2-3 ആൾക്കാർ സ്പോൺസർ ചെയ്താണ് ഇന്നത്തെ ഈ പരിപാടി നടത്തുന്നത്. ഒരാളുടെ ഭാര്യയുടെ മരണം, ആ മരണാനന്തര ചെലവുകൾ അദ്ദേഹമാണ് ഇതിനാവശ്യമുള്ള അരിയെല്ലാം വാങ്ങിച്ചു തന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പുളിയക്കോവിൽ സർവീസ് സഹകരണ ബാങ്ക് പഴയ മേയറായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് രാജേന്ദ്രബാബു അദ്ദേഹം ഒരു 10,000 രൂപ ബാങ്കിൽ നിന്ന് സംഭാവന തന്നു. അതോടൊപ്പം ബാക്കിയെല്ലാം കുറേ അധികം സംഭാവന തന്നു. നമ്മുടെ സുപ്രീം ട്രേഡേഴ്സിലെ അഫ്സൽ മുസ്ലിയാർ അദ്ദേഹമാണ് ബാക്കി പൈസ എല്ലാം ഇതിനു വേണ്ടി ബാക്കി അവരുടെ കടയിൽ നിന്നാണ് ബാക്കി എല്ലാ സാധനങ്ങളും തന്നത്. ഏതാണ്ട് 560-ലധികം ആൾക്കാർക്ക് നമ്മൾ ഈ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയും. എല്ലാ ദിവസവും അത്രയും പേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊഞ്ചുതീയൽ, മീൻകറി തുടങ്ങി നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയൻ വിഭവങ്ങളും ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ഈ സമൂഹ അടുക്കളയിൽ നിന്ന് 650 നിർധനർക്ക് നൽകി വരുന്നുണ്ട്. കൈരളി ന്യൂസ്, കൊല്ലം. ലോക്ക്ഡൌൺ കാലത്തെ അവധി ദിവസങ്ങളിലും ഡ്യൂട്ടിയായി പരിഗണിക്കുമെന്ന് സർക്കാർ. മാർച്ച് 24 മുതൽ ഏപ്രിൽ 30 വരെ ലോക്ക്ഡൌൺ കാരണം ഓഫീസിലെത്താൻ കഴിയാത്തവർക്ക് ഇളവ് നൽകും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ദിവസവേതനക്കാർ, കരാർ തൊഴിലാളികൾ എന്നിവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പാളയം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്ക്ഡൌൺ കാലത്ത് പോലീസിന്റെ പ്രവർത്തനത്തിന് ആദരം നൽകി. സ്നേഹക്കൂട് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഏരിയാതല ഉദ്ഘാടനം സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി. പാപ്പച്ചൻ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓറഞ്ചും മുന്തിരിയും പഴവർഗ്ഗങ്ങളും അടങ്ങിയ കിറ്റും പച്ചക്കറി വിത്തുകളുടെ കിറ്റും നൽകി ഉദ്ഘാടനം ചെയ്തു. സമിതി ജില്ലാ സെക്രട്ടറി എം. ബാബുജാൻ, പാളയം ഏരിയ സെക്രട്ടറി CS രതീഷ്, പ്രസിഡന്റ് A. ബാബു എന്നിവരും പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. കോളേജുകളിൽ പുതിയ അധ്യയന വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കാൻ UGCയുടെ ശുപാർശ. ഈ അധ്യയന വർഷത്തെ പരീക്ഷകൾ ജൂലൈ മാസം പൂർത്തിയാക്കണമെന്നും UGC പറയുന്നു. ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് തത്സമയം ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ?
നിർബൻ ഈ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനും നിലവിലുള്ളത് പൂർത്തിയാക്കാനുമുള്ള ഒരു നിർണായക സമയത്താണ് കോവിഡ് പ്രതിരോധത്തിനായി ലോക്ക്ഡൌൺ രാജ്യത്ത് ആരംഭിച്ചത്. ഇതോടെ അനിശ്ചിതത്വത്തിലായ അധ്യയനവും തുടർ പഠനങ്ങളും എങ്ങനെ പുനർക്രമീകരിക്കാം എന്നെ സംബന്ധിച്ച് പഠിക്കാൻ UGC ഒരു 7-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സമിതി കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറി. ഇത് പ്രകാരം 2020-21 വർഷത്തെ കോളേജ്, സ്കൂൾ എന്നിവയുടെ അധ്യയന വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കാം. ജൂലൈ മാസത്തോടെയാണ് നിലവിലെ പരീക്ഷകൾ പൂർത്തിയാക്കേണ്ടത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എല്ലാ പരീക്ഷകളും എന്തായാലും ജൂലൈ മാസത്തോടെ പൂർത്തിയാക്കാനാകില്ല, അത് നീട്ടിവെക്കേണ്ടി വരും എന്നൊരു റിപ്പോർട്ടും ഇവർ പറയുന്നു. അതുപ്രകാരം അതിനുള്ള ഒരു പഠനക്രമം പുനർക്രമീകരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ UGC ഉടൻ തന്നെ പുറത്തിറക്കും. ഇതുകൂടാതെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കാൻ ഒരു തീയതി നിശ്ചയിച്ച് സുപ്രീം കോടതി നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം ഓഗസ്റ്റ് 31 മെഡിക്കൽ പ്രവേശനവും എഞ്ചിനീയറിംഗ് അടക്കമുള്ള സാങ്കേതിക പ്രവേശന പഠനങ്ങൾക്കുള്ള പ്രവേശനം ഓഗസ്റ്റ് 15 പൂർത്തിയാക്കണം. പക്ഷേ ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ഈ സമയക്രമം എന്തായാലും പാലിക്കാനാകില്ല. അതിനാൽ തീയതി നീട്ടാൻ സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കാനും ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും 7-അംഗ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരമുള്ള മാർഗനിർദ്ദേശങ്ങൾ UGC ഉടൻ തന്നെ പുറത്തിറക്കും. വ്യക്തമാണ്. സന്തോഷ് സർലിംഗ്, ദില്ലിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ആണ് ഈ വാർത്ത സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധർ പങ്കെടുക്കുന്ന COVID-19 അന്താരാഷ്ട്ര പാനൽ ചർച്ച ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7 മണിക്കാണ് സെമിനാർ നടക്കുക. കാനഡ, US, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. കോവിഡ് വ്യാപനം തടയാൻ വിവിധ രാജ്യങ്ങളിലെ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്ന നടപടികളും പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് അന്താരാഷ്ട്ര പാനൽ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികളും അധ്യാപകരും മുഖാവരണം അണിഞ്ഞു മാത്രമേ വിദ്യാലയങ്ങളിലെത്താവൂ എന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം. മെയ് 30 മുമ്പ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ 1/2 കോടിയോളം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സൗജന്യമായി മുഖാവരണം നിർമ്മിച്ചു നൽകാൻ സമഗ്ര ശിക്ഷ കേരളത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അടിയന്തര സ്വഭാവമുള്ള യാത്രകൾക്കായി ഭാഗികമായി ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കാൻ റെയിൽവേ ആലോചിക്കുന്നു. കുറച്ച് ട്രെയിനുകൾ മാത്രമേ ഇത്തരത്തിൽ പ്രത്യേകമായി ഓടിക്കൂ. ഇതിന് യാത്ര ചെയ്യുന്നവർ ഉയർന്ന തുകയും നൽകേണ്ടിവരും. അമേരിക്കയിൽ 51 ലക്ഷം ആളുകൾക്ക് കോവിഡ് പരിശോധന നടത്തിയതായി വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്. നിരവധി രാജ്യങ്ങളിലേക്ക് വെന്റിലേറ്ററുകൾ അയക്കുന്നുണ്ടെന്ന് ട്രംപും അവകാശപ്പെട്ടു. പന്ത് ചുരണ്ടൽ ക്രിക്കറ്റിൽ നിയമവിധേയമാക്കിയേക്കാം. പന്തിൽ തുപ്പൽ പുരട്ടി തിളക്കം കൂട്ടുന്ന രീതി കോവിഡ് കാലത്തിന് ശേഷം അനുവദിക്കാനാവില്ലെന്നും ഈ സാഹചര്യത്തിൽ അമ്പയർമാരുടെ മേൽനോട്ടത്തിൽ കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് പന്തിന്റെ തിളക്കം കൂട്ടാൻ ICC അനുമതി നൽകിയേക്കുമെന്നാണ് സൂചന. അടച്ചിട്ട സ്റ്റേഡിയങ്ങളിൽ മത്സരങ്ങൾ പുനരാരംഭിക്കാൻ സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലീഗ നീക്കങ്ങൾ ആരംഭിച്ചെന്ന റിപ്പോർട്ട്. അടുത്ത വർഷം ജനുവരി വരെയെങ്കിലും മത്സരങ്ങൾ അടച്ചിട്ട സ്റ്റേഡിയങ്ങളിൽ നടത്തേണ്ടി വരുമെന്നും ജൂണിനകം ഒരുക്കങ്ങൾ നടത്തണമെന്നും ടീമുകളെ അധികൃതർ അറിയിച്ചതായാണ് റിപ്പോർട്ട്. ഇനി ഇന്നത്തെ വിദേശ വിനിമയ നിരക്കുകൾ കാണും. $76 76.43, ബഹ്റിൻ ദിനാർ 202.11, കുവൈറ്റി ദിനാർ 244.97, ഒമാനി റിയാൽ 198.45, സൗദി റിയാൽ 20.33, UAE ദിർഹം 20.81, ഖത്തർ റിയാൽ 20.99, യൂറോ 82.32,